ഹായ്, എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം സൗദിയിലും ഗൾഫ് നാടുകളിലൊക്കെ ഒരുവിധം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സൗദിയിൽ വൈകുന്നേരമായാൽ നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് സൂപ്പൊക്കെ കുടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു മട്ടൻ സൂപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്, തനി കേരള സ്റ്റൈൽ. അതുകൊണ്ട് ഈ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് തീ പിടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തീയൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഒരു മൺകലം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ മട്ടൻ്റെ കാല് ഇത് ഇട്ട് കൊടുക്കാം. ഇതാ കാറ്റൊക്കെ വരുമ്പോൾ നല്ല പുകയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത് ഈ ചിരട്ട കത്തിക്കുമ്പോഴതിങ്ങനെ പാളുമല്ലോ. അപ്പോൾ നല്ലൊന്ന് ഇനി ഈ വെള്ളവും ഇതൊന്ന് തിളയ്ക്കണ വരെ നന്നായിട്ട് കത്തിച്ച് കൊടുക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ കത്തിക്കണം. പുകയണോ? അപ്പോൾ നമ്മളെ സൂപ്പിന് വെച്ച മട്ടൻ്റെ കാലും വെള്ളവും അതാ നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ആ കാലും വെള്ളവും മാത്രമേ ഉള്ളൂ. ഉപ്പിട്ടിട്ടില്ല, അതിലേക്കുള്ള മസാല ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാല് വേവാൻ തന്നെ ഒരു 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ മസാലകൾ ആകെ ഇടുന്നത് ചെറിയ ജീരകം, കുരുമുളക്, കുറച്ച് ഉലുവ എന്ന് പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. അപ്പോൾ അത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ 4 മണിക്കൂർ തിളക്കും തോറും ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് പോകും. അപ്പം നമുക്ക് മട്ടൻ കുടിക്കുമ്പോൾ ആ സൂപ്പ് കുടിക്കുമ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അത് ഇപ്പോഴേ ചേർക്കാത്തത്. അപ്പോൾ ഈ കാല് നല്ലോണം വെന്ത് ഈ എല്ലിൻ്റെ ഉള്ളിലെ ദശയൊക്കെ പുറത്ത് വരുന്നത് വരെ വേവിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ സൂപ്പ് അടുപ്പത്തായിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ നമ്മളെ സൂപ്പിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എല്ലിന്നൊക്കെ ദശയൊക്കെ വിട്ട് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർക്കാനുള്ളത് കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. ഉലുവപ്പൊടി അധികം ആവരുത്, ഒരു ചെറിയ കയ്പ്പ് വരും അധികമായാൽ. ഒരു 1.5 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളക്. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ സൂപ്പ് കുടിക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ കുടിക്കണം എന്നൊക്കെയാണ് പറയുക കേട്ടോ. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ നേരം കൂടി നമുക്ക് ചെറിയ തീയിൽ വെക്കാം. ആ വറുത്ത് പൊടിച്ച ആ ഒരു സ്മെല്ലേ ഒരു പ്രത്യേക മണം തന്നെയാണ്. അപ്പോൾ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് വറവിടാം. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പിലൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നെയ്യിൽ വറവിടാം. അത് ഓരോരുത്തരെ ഇഷ്ടം പോലെ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരിച്ചിരി ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയൊക്കെ നല്ല ചേർക്കണം കേട്ടോ, അതാണ് സൂപ്പിന് ടേസ്റ്റ്. അപ്പോൾ അതാ ഉലുവയൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത് കേട്ടോ, നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം.
സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പൊക്കെ നല്ല ചൂടിൽ കുടിക്കണം. ഇപ്പോഴാണെങ്കിൽ നല്ല തണുത്ത കാറ്റും ഉണ്ട്, കടിയൊക്കെ കൈ ചൂടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. തണുപ്പ് കാലത്ത് സൂപ്പ്, പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തണുപ്പ് കാലത്ത് ഉലുവച്ചോറ് കഴിക്കും, പിന്നെ സൂപ്പ് കുടിക്കും, പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഇതൊക്കെ നന്നായിട്ട് കഴിക്കും. കർക്കിടക മാസത്തിലാണ് സാധാരണ കൂടുതൽ കഴിക്കുക. ഇവിടെ ഇപ്പോൾ കർക്കിടകം നോക്കി നിന്നാൽ നമുക്ക് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഈ തണുപ്പുള്ള സമയത്ത് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കി കുടിക്കുക. പിന്നെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ തണുപ്പ് കാലമാണ്, അപ്പോൾ സൂപ്പ് മാത്രം പോരാ. അടുത്ത തവണ ഞാൻ ഉലുവച്ചോറ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം.